അച്ഛനും അമ്മയ്ക്കും ഒപ്പം കിടന്നുറങ്ങിയ രണ്ട് മക്കൾ വളരെ സന്തോഷത്തോടെയായിരുന്നു ആ രാത്രിയും കടന്നു പോയത്. പക്ഷേ പിറ്റേന്ന് രാവിലെ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ, കരഞ്ഞു തളർന്ന അച്ഛനെ. എന്ത് സംഭവിച്ചു എന്നറിയാതെ ആ മക്കൾ പകച്ചു നിന്നു. അമ്മ ഇനിയില്ല എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അമ്മയ്ക്ക് ഇനി എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലൂടെ ഓടിയത്. രാത്രി ആ വീട്ടിൽ കയറിയ മോഷ്ടാവ് അമ്മയെ അതിക്രൂരമായി ആക്രമിച്ചു എന്നുള്ള അച്ഛൻ്റെ മറുപടിയും ആ കുട്ടികളെ ഞെട്ടിച്ചു. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭാര്യയെ അതിദാരുണമായി കൊലപ്പെടുത്തിയതിനു ശേഷം വീട്ടിലേക്ക് കയറി വന്ന മോഷ്ടാവ് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പൊറാട്ട നാടകം കളിച്ച ഒരു ഭർത്താവിൻ്റെ കഥ. പോലീസിന്റെ ഇടപെടൽ ആ നാടകം ഒന്നടങ്കം തൂക്കുകയായിരുന്നു. ഇതോടുകൂടെ പുറത്തു വന്നതാകട്ടെ അതിക്രൂര കൊലപാതകത്തിന്റെ വാർത്തയും. വിവാഹേതര ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഭാര്യയെ ഇയാൾ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ലിസാരി ഗേറ്റ് മേഖലയ്ക്കടുത്ത് ഇത്തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം നടന്നത്. യുവതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് സാഖിബിന് പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെയാണ് ഏകദേശം 8 മണിയോടുകൂടെ സാഖിബിന്റെ ഭാര്യ കൗസറിനെ വീടിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. അജ്ഞാതന്റെ ആക്രമണത്തിൽ മരിച്ചതാണ് ഇത് എന്ന് ആദ്യം പോലീസിനോടും ഇയാൾ പറഞ്ഞിരുന്നു. ആ സംശയങ്ങൾ പോലീസിനും ഉണ്ടായിരുന്നു. മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമായി ഇത് വരുത്തി തീർക്കാൻ പിന്നീട് സാഖിബ് ശ്രമിച്ചതാണ് എന്ന് പോലീസ് അതിശക്തമായിട്ട് കണ്ടെത്തി. കറുത്ത വസ്ത്രം ധരിച്ച അജ്ഞാതനായ ഒരാൾ ആക്രമിച്ചു എന്നായിരുന്നു പ്രതി ആദ്യം നൽകിയ മൊഴി. സംഭവം നടക്കുമ്പോൾ ഇവരുടെ 3 പെൺമക്കൾ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ കവർച്ചക്കാർ കയറി അമ്മയെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോടും പറയാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ സാഖിബ് നിർബന്ധിച്ചതായിട്ടും പോലീസ് വ്യക്തമാക്കുന്നു. സാഖിബിന് ഏറെ നാളായി മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് ദമ്പതികൾക്കിടയിൽ തുടർച്ചയായ തർക്കങ്ങൾക്ക് കാരണമാക്കിയിരുന്നു. ഈ തർക്കങ്ങൾക്കൊടുവിലാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. യുവതി ഉറങ്ങിക്കിടക്കുമ്പോൾ പേപ്പർ കട്ടർ ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു എന്നാണ് പ്രതി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും കണ്ടെടുത്തിരിക്കുകയാണ് പോലീസ്. കൃത്യത്തിന് ശേഷം പോലീസിനെയും കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാഖിബ് ശ്രമിച്ചു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. സംശയം ഒഴിവാക്കാൻ വേണ്ടി ദുഃഖം അഭിനയിക്കുകയായിരുന്നു ഭർത്താവ്. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിന് ഇയാളുടെ മൊഴിയെടുക്കുന്നതോടെ ആ ഒരു നഗ്നസത്യം ഇവർ മനസ്സിലാക്കി. ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഇയാൾ നൽകുന്ന മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു എന്നതാണ് പോലീസിനെ സംശയത്തിലേക്ക് എത്തിച്ചത്. ചോദ്യം ചെയ്യലിനിടെ സാഖിബ് തന്റെ മൊഴികൾ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. തെളിവുകൾ ശേഖരിക്കുകയും ചോദ്യം ചെയ്യൽ കർക്കശമാക്കുകയും ചെയ്തതോടുകൂടെയാണ് ഇയാൾ കുറ്റം സമ്മതിക്കുന്നത്. അപ്പോൾ ആ നഗ്ന സത്യം പുറത്തു വന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ശേഷമാണ് അയാൾ ഈ നാടകം കളിച്ചതെന്ന്. എന്തൊക്കെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നതെന്ന് നോക്കുക. അതിദാരുണമായിട്ടുള്ള കൊലപാതകങ്ങളാണ് നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഉത്തർപ്രദേശിലാണ് നടന്നതെങ്കിൽ കേരളത്തിലും സമാന രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് വ്ളാത്താങ്കരയിൽ ഒരു യുവതിയെ ഭർത്താവ് കഴുത്തിൽ കുത്തി കൊന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഇവർക്കിടയിൽ ഒരു കുഞ്ഞ് ഇല്ലാത്തതായിരുന്നു പ്രശ്നം എന്നുള്ള തരത്തിലാണ് പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ പറയുന്നത് പോലെ ചില സംശയങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നതാണ് സൂചനകൾ. അതായത് വിഷ്ണു അൽമ എന്നീ ദമ്പതികളാണ് ഇത്തരത്തിൽ ഒരു കേസിൽ പെട്ടിരിക്കുന്നത്. വിഷ്ണു എന്ന് പറയുന്ന ഭർത്താവ് അൽമയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അൽമയുടെ ബന്ധുക്കൾ പറയുന്നത് പ്രകാരം ഈ പറയുന്ന വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൽമയ്ക്ക് ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം ശക്തമായതോടുകൂടെ ആ സമയത്ത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം എന്നുള്ള ആവശ്യമടക്കം വിഷ്ണുവിനോട് അൽമ ഉന്നയിച്ചിരുന്നു. പക്ഷേ സ്വത്തുക്കൾ ആരാണ് എന്ന് പോലും അറിയാത്ത ഒരു കുഞ്ഞിൻ്റെ പേരിൽ നൽകുന്നതിൽ താല്പര്യമില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു വിഷ്ണു എന്നുള്ളതാണ് ആൽമയുടെ ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ
വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ പറയുന്നതാകട്ടെ അൽമയ്ക്ക് മറ്റൊരു യുവാവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള സംശയം വിഷ്ണുവിനുണ്ടായിരുന്നു എന്നുള്ളത്. ഒരുപാട് മൃഗങ്ങളെ സ്നേഹിച്ചിരുന്ന അൽമ ആ മൃഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ചെലവിട്ടിരുന്നു. 16ഓളം പൂച്ചകളാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ആ പൂച്ചകൾക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി അവിടെ ഒരു സെർവൻറ്റിനടക്കം വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ നിയമിച്ചിരുന്നു. ഇതിനിടയിൽ ഈ പൂച്ചകൾക്ക് ഭക്ഷണം നൽകാൻ എത്തിയ ഒരു യുവാവ്, സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവ് എത്തുകയുണ്ടായി എന്നാണ് വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. അൽമയെയും ഈ യുവാവിനെയും മോശമായിട്ടുള്ള രീതിയിൽ ആ വീട്ടിൽ നിന്ന് വിഷ്ണു കണ്ടിരുന്നു എന്നുള്ളതും അത് ഇയാൾക്ക് പ്രശ്നങ്ങളായി മാറി അതിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടക്കം കാര്യങ്ങളിലേക്ക് എത്തിയെന്നൊക്കെയാണ് വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ വിഷ്ണു ഈ പറയുന്നത് പോലെ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയും ഈ ബന്ധുക്കൾ നൽകുന്ന മൊഴിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സംശയം ഉണ്ടായതായിട്ടോ അങ്ങനെ ഒരാളെ താൻ കണ്ടതായിട്ടോ വിഷ്ണു ഇതുവരെ പോലീസിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വിഷ്ണു മറയ്ക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിഷ്ണു അത്തരത്തിൽ തെറ്റുകാരനല്ല എന്ന് കാണിക്കാൻ വേണ്ടി വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ നൽകുന്ന ഇത്തരം പ്രതികരണങ്ങൾ, ഇതിൽ തന്നെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ അതും ഒരു ക്രൂര കൊലപാതകത്തിൻ്റെ കഥയായിട്ടാണ് അന്വേഷണം ശക്തമാകുമ്പോൾ പുറത്തു വരാൻ സാധ്യതയുള്ളത്. എന്തായാലും കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചൊരു കേസാണ് നെയ്യാറ്റിൻകരയിലേത്. ഇതിനിടയിലാണ് മറ്റ് പല കൊലപാതക വാർത്തകളും പുറത്തു വരുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള കൊലപാതക വാർത്തകൾ കേട്ട് സത്യം പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിന് തന്നെ മടുത്തു എന്നുള്ള പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും വരുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മൾ വിശ്വസിക്കുന്നതിനേക്ക് അപ്പുറത്തേക്ക് ആണ് ഇത്തരത്തിലുള്ള ഓരോ കൊലപാതക വാർത്തകൾ പുറത്തു വരുന്നത്, നമുക്ക് ചുറ്റിലും നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.